ഈ ലോകത്തിൻ്റെ തിന്മകൾ നമ്മെ ഏശാതെ വിശ്വാസത്തോടെ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായമാണ്. ഈ 28-ാം അധ്യായത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നാം ഒന്ന് നോക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടത്തിൽ യഹോവയുടെ ശബ്ദമായി നിലകൊണ്ട ശക്തനായ പ്രവാചകനാണ് യെശയ്യാവ്. ദൈവം നൽകിയ പ്രമാണങ്ങൾ മറന്ന് വിഗ്രഹാരാധികളായി മാറിയ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് അഭിമാനിക്കുന്ന ഇസ്രായേൽ ജനം, തങ്ങൾക്കുള്ള നന്മകളിൽ നിഗളിച്ച് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന ഇസ്രായേൽ ജനം, വിശുദ്ധിയുടെ പ്രമാണങ്ങൾ മറന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെ ദൈവവചനത്തെ തുച്ഛീകരിക്കുന്ന ഇസ്രായേലിയ പുരോഹിതന്മാരും പ്രവാചകന്മാരും, മാത്രമല്ല അവരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ പാപങ്ങളെ പൂരിപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അധിപതിമാരായ പരിഹാസികളും. ഇങ്ങനെ ഒരു രാഷ്ട്രമായി ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ, തൻ്റെ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്ന ഒരു വാചകമാണ് 28-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്: ഇതാ, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. തനിക്ക് ചുറ്റും സംഭവിക്കുന്ന ആത്മീയ മൂല്യച്യുതിയിൽ തൻ്റെ ദാസൻ ക്ഷീണിച്ചു പോകാതെ, ആ പാപം തന്നെ സ്പർശിക്കുവാനിടയാകാതെ, തൻ്റെ ചുറ്റുമുള്ളവരെ പോലെ ആയിത്തീരാതെ ഒരു വ്യത്യസ്തനായി, ഒരു റെമനന്റായി, ഒരു ശേഷിപ്പായി താൻ നിൽക്കേണ്ടതിന് ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു പ്രവൃത്തി തൻ്റെ മുമ്പാകെ കാണിക്കുകയാണ്. ദൈവം ഇടുന്ന വിലയേറിയ മൂലക്കല്ലിൻ്റെ വെളിപ്പാട് തൻ്റെ ദാസന് ദൈവം വെളിപ്പെടുത്തുകയാണ്. അതേ ദൈവം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിലൂടെ തൻ്റെ ആത്മാവിനാൽ അതികഠിനമായ പരീക്ഷയിലൂടെ ക്രിസ്തുവിനു വേണ്ടി കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ക്രിസ്ത്യാനികളോട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുമ്പോൾ, ആ പ്രവാചക വാക്ക് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം: അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. എന്തുകൊണ്ടാണ് നാം ലജ്ജിച്ചു പോകാത്തത്? കാരണം മറ്റൊന്നുമല്ല, നാം വിശ്വാസത്തോടെ ക്രിസ്തുവിന് എന്ന ആ വിലയേറിയ മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടവരായി നാം നിൽക്കുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നാം ലജ്ജിച്ചു പോകാത്തത്. ഹല്ലേലൂയ. എന്നു മുതലാണ് ഈ ലജ്ജ മനുഷ്യവംശത്തെ നേരിട്ടത്, മനുഷ്യവംശത്തിൽ ഉളവായത്? പാപം ചെയ്തത് നിമിത്തം ആദാമും ഹവ്വായും ദൈവത്തെ നേരിടുവാൻ കഴിയാതെ അത്തിയില കൂട്ടി തുന്നി തങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ, ആ ആദാമിൻ്റെയും ഹവ്വായുടെയും തൊട്ടു പിന്നാലെ നാമും ഓരോരുത്തരും ഉണ്ടായിരുന്നു. വ്യത്യസ്തകരമായ അത്തിയിലകൾ തുന്നി നമ്മളുടെ നഗ്നത, നമ്മളുടെ ലജ്ജയെ മറയ്ക്കുവാനായി നാം ശ്രമിച്ചിരുന്നു. എന്നാൽ അതിന് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ആ നഗ്നത മറയ്ക്കുവാൻ സാധ്യമാവുകയില്ല. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ആ ലജ്ജ മറയ്ക്കുവാൻ സാധ്യമാവുകയില്ല. പിന്നെ എപ്രകാരമാണ് നമ്മളുടെ ആ ലജ്ജ മറയ്ക്കപ്പെട്ടത്? എപ്രകാരമാണ് നമ്മുടെ ആ നഗ്നത മാറ്റപ്പെട്ടത്? അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനം, താൻ എഴുതിയ റോമാലേഖനത്തിൻ്റെ 2 ഭാഗത്ത് താൻ ഇപ്രകാരം പറയുന്നുണ്ട്. 9-ാം അധ്യായം 33-ാമത്തെ വാക്യവും 10-ാം അധ്യായം 11-ാമത്തെ വാക്യവും: വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. അതേ ദൈവവൈതലേ, നമ്മളുടെ പ്രവൃത്തികളാലല്ല, നമ്മളുടെ വിശ്വാസത്താൽ, കർത്താവ് നമ്മുടെ ഉള്ളിൽ നൽകിത്തന്ന ആ വിശ്വാസത്താലാണ് നാം അവൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത്.
ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള നീതീകരണം. അതേ പ്രിയരെ, ഒരു നാളിൽ നാം ദൈവത്തെ, നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണും. ഒരിക്കൽ കർത്താവിലെ വിശ്വാസം ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ലജ്ജ മാറുകയില്ല. പകരം നാം എന്ത് ചെയ്യണം? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അതുകൊണ്ട് നമുക്ക് ചുറ്റും ഏതു തരത്തിലുമുള്ള ആത്മീയ ശോഷണവും സംഭവിക്കട്ടെ, പാപങ്ങൾ വർദ്ധിക്കട്ടെ, അധാർമികത്വം വർദ്ധിക്കട്ടെ, നമ്മുടെ ഇന്നലകളിലെ വിശ്വാസത്തിന്റെ പേര് മാത്രം പറഞ്ഞല്ല നാം ആയിരിക്കേണ്ടത്, മറിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുവാനും നാം തയ്യാറാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ലജ്ജിച്ചു പോകാതെ ധൈര്യത്തോടെ അവനെ നേരിടുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ഈ ലോകത്തിന്റെ തിന്മകൾ നമ്മെ ഏശാതെ വിശ്വാസത്തോടെ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നാം ലജ്ജിച്ചു പോകുകയില്ല. ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും നാം ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് ധൈര്യത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നും ഞാൻ ആ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്? ഇന്നും ഞാൻ ക്രിസ്തുവിലാണോ വസിക്കുന്നത്? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.